പെയിനുള്ള എവിടെയാണെങ്കിലും നമ്മൾ വെട്ടുമ്പം പ്രസ് ആ ഭാഗത്തില്ലാതെ വെട്ടുക. നിങ്ങളെ കാണിക്കാൻ എളുപ്പത്തിൽ ഞാനിങ്ങനെ ചെയ്തേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഹെയർ ഡ്രയർ ഉണ്ടെങ്കിൽ നമസ്കാരം, നമ്മുടെ ഇന്നത്തെ ടിപ്സ് ഇപ്പം മുട്ടുവേദന ഇല്ലാത്ത ആരും തന്നെ ഇല്ല, അവർക്കൊക്കെ മാറാനായിട്ടുള്ള ഒരു കുഞ്ഞു ടിപ്സാണ്. നമ്മുടെ വിക്സ് ആണ് അത് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ വിക്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സാധാരണ ശ്വാസം മുട്ടല് കഫക്കെട്ടിനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാറ്. ഇതൊരു മൈൽഡ് ആയിട്ടുള്ള സാധനമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ പിള്ളേർക്ക് പറ്റുള്ളൂ എന്നൊക്കെയാണ് നമ്മുടെ ചിന്ത. പക്ഷെ നമ്മുടെ ഏത് കഠിനമായിട്ടുള്ള വേദനയും ഇത് യൂസ് ചെയ്താൽ പോകുന്നത്. ആദ്യം നമുക്ക് വിക്സ് ഇങ്ങനെ എടുക്കുക. എടുത്തിട്ട് കാലാണെങ്കിലും കൈ ആണെങ്കിലും ഇപ്പൊ നമ്മൾ കൈമുട്ടിന് പെയിൻ വന്നെങ്കിൽ ഇവിടെയും കൊടുക്കണം, മുട്ടിനും കൊടുക്കണം. സാധാരണ നമ്മൾ പെയിൻ കൊടുക്കുമ്പോൾ ഇവിടെ മാത്രമേ വെട്ടാറുള്ളൂ. ഇങ്ങനെ കൊടുക്കുക, പിന്നെ ഇവിടെ കൊടുക്കുക, ഇവിടെ കൊടുക്കുക കൈക്ക്. അതുപോലെ തന്നെ എന്നിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് തേക്കേണ്ടതാണ് ഇതിൻ്റെ ഇത്. അതുപോലെ ഇവിടെ ആണെങ്കിലും നമ്മളിങ്ങനെ അമർത്തി തിരുമാതെ ഇങ്ങനെ പിടിച്ചു കൊടുക്കണം. പിന്നെ ഇതിനൊരു ചൂട് കൊടുക്കുന്ന വിധമുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം കാലിൻ്റെയും കൂടെ നിങ്ങളെ കാണിച്ചു തരാം. കാല് സാധാരണ മുട്ടുവേദന വന്നാൽ നിങ്ങളിങ്ങനെ പൊക്കി എടുത്ത് വെക്കുക. ആദ്യം മുട്ടിൻ്റെ ഇവിടെ നമ്മളിങ്ങനെ ശരിക്കും തേച്ച് കൊടുത്തു. പിന്നെ ഈ കാലിൻ്റെ പുറകു ഭാഗത്താണ് തേച്ച് കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ വരുന്നിട്ട് ഇവിടെ കൊടുക്കും, ഇവിടെ കൊടുക്കും. ഇതെല്ലാം മിക്സ്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും മസ്റ്റായിട്ട് ആവശ്യമുള്ളൊരു കാര്യമാണ്. കാലിന് പെയിൻ ഇല്ലാത്ത ആൾക്കാരില്ല. അപ്പൊ കാലും കൈയും കഴുത്തും ഒക്കെ ആണെങ്കിലും ഇത് തന്നെ ചെയ്യാവുന്നതാണ്. ഇപ്പൊ കഴുത്തിന് ഇവിടെ പെയിൻ വന്നാൽ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ കൈ കൂട്ടി ഇവിടെ കൊടുക്കാവുന്നതാണ്. ഒരു ഭാഗത്ത് തന്നെ തേച്ച് നിർത്തരുത്. അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണതാണ്. അപ്പൊ അതിന്റെ മേളിൽ ഒരു തുണിയും കൂടെ ഇട്ടിട്ട് വേണം ഇത് വെച്ച് ചൂട് കൊടുക്കാൻ. അതുപോലെ അപ്പൊ നമുക്കതിനെ ഒരു ബെറ്റർ റിസൾട്ട് കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ് പറയണത്. ഇപ്പം വർക്കൗട്ട് ചെയ്യുന്നവർക്കാണെങ്കിലും പെട്ടെന്ന് മുട്ടിന് വേദന, ഓവർ വെയിറ്റ് ഉള്ളവർക്കൊക്കെ ഉണ്ടാവും. നമ്മളൊരു യാത്ര പോകാൻ നടന്നാലൊക്കെ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട വിധമാണ് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യും. ടർക്കി നല്ല മുക്കി പിഴിഞ്ഞ് അതിൻ്റെ ചൂട് മാത്രം വെച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് തന്നെ വെച്ച് കൊടുക്കുക. ഇപ്പം ഡ്രയർ ആണെങ്കിലാണ് നമ്മൾ തുണിയുടെ മേളിൽ വെച്ചിട്ട് ചൂട് കൊടുക്കാൻ പറയണത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കാല് സാധാരണ മുട്ടുവേദന വന്നാൽ നിങ്ങളിങ്ങനെ പൊക്കി എടുത്ത് വെക്കുക. ആദ്യം മുട്ടിൻ്റെ ഇവിടെ നമ്മളിങ്ങനെ ശരിക്കും തേച്ച് കൊടുത്തു. പിന്നെ ഈ കാലിൻ്റെ പുറകു ഭാഗത്താണ് തേച്ച് കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ വരുന്നിട്ട് ഇവിടെ കൊടുക്കും, ഇവിടെ കൊടുക്കും. ഇതെല്ലാം മിക്സ് തന്നെയാണ് കൊടുക്കേണ്ടത്. ഇവിടെ കൊടുത്ത് തെറ്റ് വീഴിക്കരുത്. എന്നിട്ട് ഇവിടെ നന്നായിട്ട് തേച്ചു. ഈ പുറകു ഭാഗം പിടിക്കുക. വേണമെങ്കിൽ ഇവിടെയും കൂടെ കൊടുക്കാം. പിന്നെ കാലിൻ്റെ ഇവിടവും ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ തിരുമ്മി സെറ്റാക്കി വിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തിരുമ്മി നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒരു ചൂട് കൊടുക്കുക. അപ്പൊ നമ്മൾ പെട്ടുമ്പം നമ്മൾ ആ ഭാഗത്ത് ഡ്രസ്സ് ഇല്ലാതെ വേണം പെട്ടാൻ. നമ്മുടെ കയ്യിൽ ഹെയർ ഡ്രയർ ഉണ്ടെങ്കിൽ ഇപ്പൊ ഈ പാൻറ്റിനൊക്കെ തീരെ കനം കുറവാണ്. അപ്പൊ അതിന്റെ മേളിൽ ഒരു തുണിയും കൂടെ ഇട്ടിട്ട് വേണം ഇത് വെച്ച് ചൂട് കൊടുക്കാൻ. അതുപോലെ ഈ കാലിന്റെ പുറകെ കൊടുക്കുമ്പോഴും ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ചൂട് കൊടുക്കുക, ഇവിടെ ഇങ്ങനെ ചൂട് കൊടുക്കണം, ഇവിടെ കൊടുക്കുക. അല്ലാതെ അതിന്റെ നേരെ കൊടുത്താൽ അതിന്റെ ആ ഒരു മെഡിസിൻ നേരെ ത്രൂ ഔട്ട് ചൂട് കൊടുത്താൽ മെഡിസിൻ നമ്മുടെ ബോഡിയിലോട്ട് ഒബ്സർവ് ആവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കാൻ പറയണത്. പിന്നെ നമുക്ക് ഹെയർ ഡ്രയർ ഇല്ലെങ്കിൽ ഇതിൽ ഇച്ചിരി കട്ടിയുള്ള ടവൽ തന്നെ എടുക്കുക. നല്ല ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് നല്ല പിഴിയണം, വെള്ളം ഉണ്ടാവരുത്. ആ ചൂട് അതേപടി നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പം ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കും. നമ്മൾ ടർക്കി നല്ല മുക്കി പിഴിഞ്ഞ് അതിൻ്റെ ചൂട് മാത്രം വെച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് തന്നെ വെച്ച് കൊടുക്കുക. ഇപ്പം ഡ്രയർ ആണെങ്കിലാണ് നമ്മൾ തുണിയുടെ മേളിൽ വെച്ചിട്ട് ചൂട് കൊടുക്കാൻ പറയണത്. അപ്പം നമുക്ക് ഇപ്പം നിങ്ങൾക്ക് എപ്പോഴും മസ്റ്റായിട്ട് ആവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പം നമുക്ക് ക്ലോസറ്റിൽ ഇരിക്കാൻ പാടില്ലാത്തവർക്ക്, ഇരുന്ന് തേക്കാൻ പാടില്ലാത്തവർക്ക്, അങ്ങനെയുള്ളവർക്ക് നമുക്ക് മെഡിസിനോടൊപ്പം തന്നെ ഇതുകൂടെ യൂസ് ചെയ്യുക. അല്ല നിങ്ങൾ മെഡിസിൻ കളഞ്ഞിട്ട് കാലും കൈയും കഴുത്തും ഒക്കെ ആണെങ്കിലും ഇത് തന്നെ ചെയ്യാവുന്നതാണ്. ഇപ്പം കഴുത്തിന് ഇവിടെ പെയിൻ വന്നാലും നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ കൈ കൂട്ടി ഇവിടെ കൊടുക്കാവുന്നതാണ്. ഒരു ഭാഗത്ത് തന്നെ തേച്ച് നിർത്തരുത്. അപ്പം നിങ്ങളൊന്നും എഫക്റ്റീവാണ് ഈ മൈൽഡ് ആയിട്ടുള്ള വിക്സ്. അല്ല ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മെഡിസിനും നമുക്ക് ഡോക്ടറോട് പറഞ്ഞ് പതുക്കെ നിർത്താവുന്നതാണ്. അപ്പോൾ ഓവർ വെയിറ്റ് ആണ് ഇപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നം. അപ്പോൾ ആ വെയിറ്റിലുള്ളവർ മസ്റ്റായിട്ടും ഇതൊരെണ്ണം വാങ്ങി സൂക്ഷിച്ചു വെക്കുക. നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടുത്താവുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ. അപ്പം വിക്സ് ആണെന്നോർത്താരും അതിനെ ഒരു എന്നാ പറയുക വലിയൊരു എഫക്റ്റ് ഇല്ലാത്തൊരു മരുന്നായിട്ട് കണക്കാക്കരുത്. ഇതൊന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. ഇപ്പൊ നമുക്ക് പൊതുവേ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കട്ടിയുള്ള മരുന്നുകളാണ് നമ്മൾ പെയിൻ ഉള്ളിടത്തൊക്കെ യൂസ് ചെയ്യാറ്. അമൃതാഞ്ജന, നമ്മുടെ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്.